ഹലോ ട്രേഡേഴ്സ്. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 51,271 ആണ്. സോ അതൊരു 77 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. മാർക്കറ്റ് ഓപ്പൺ ആകാൻ ഇനി ഒരു 20 സെക്കൻഡ്സ് കൂടെ ഉണ്ട്. ഒരു മേളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഓപ്പൺ ആകുന്നത്. സോ അത് ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതല്ല ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇന്നലത്തെ ക്ലോസിങ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഇന്നലത്തെ ക്ലോസിങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു റിജക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓപ്പണിംഗ് താഴെ ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നായിരുന്നു, പക്ഷെ അവിടുന്ന് റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം ഇപ്പോൾ 9:20. ഞാനിവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിലാണ് പ്ലേസ് ചെയ്തത്. ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു 1800 ക്വാണ്ടിറ്റിയുടെ പുട്ട് ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തത്. ഒരു ബെയറിഷ് ക്യാൻഡിൽ 5 മിനിറ്റ് ചാർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വേറൊരു ക്യാൻഡിലൂടെ വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഗ്യാപ്പ് ഫില്ലിങ് ട്രേഡാണ് നമ്മൾ ഉദ്ദേശിച്ച് ഈ ട്രേഡ് പ്ലേസ് ചെയ്തത്. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു റിജക്ഷനാണ് ഓപ്ഷൻ സ്റ്റാർട്ടിൽ. അപ്പോൾ ഈ ട്രേഡ് എന്തായാലും ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല, ഇത് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. എക്സിറ്റായി വന്നപ്പോഴത്തേക്ക് നല്ലൊരു ലോസിലാണ് പോയത്. ഓക്കെ, 34,700 ലോസിലാണ്. അത് കുഴപ്പമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നോക്കാം. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ തന്നെ 25,200 സെയിം സ്ട്രൈക്ക് പ്രൈസിൽ ഞാൻ മറ്റൊരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഞാൻ ക്ലോസ് ചെയ്തു ഈ ട്രേഡ്. സോ നല്ലൊരു ട്രേഡാണ് കിട്ടിയത്. ഓക്കെ, 10,000 ആണ്. 34,000 നിന്ന് 10,000 നമ്മൾ ലോസ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ട്രേഡിലൂടെ. എന്തായാലും അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം ഇപ്പം 1:47 ആയിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 51,000 കോൾ ഓപ്ഷനിൽ ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്. അതൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. തന്നെയല്ല ഡേ ഹൈയുടെ അടുത്താണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. ഡേ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം കുറേ പേരുടെ സ്റ്റോപ്പ് ലോസ് ഡേ ഹൈയിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അത് ബ്രേക്ക് ആകുമ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആദ്യത്തെ ക്യാനിൽ എന്തായാലും റിജക്ഷനാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ക്യാനിൽ ഓക്കെ, നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. $10,000, $8,000, $3,000. പിന്നെയും ലോസിലാണ്. തൽക്കാലം ലോസിലാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ചെയ്തു. സോ ഈ ട്രേഡിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയത് ഒരു 30,000 ആണ്. ഇപ്പോൾ നമ്മുടെ കറണ്ട് PNL 19,387 വന്ന് നിൽക്കുകയാണ്. വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നമുക്ക് നോക്കാം. സമയം ഇപ്പം 2:16 ആയിരിക്കുകയാണ്. നിഫ്റ്റിയിൽ ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരു പുട്ട് സൈഡിൽ 25,400 പുട്ട് ഓപ്ഷനിൽ. അതുപോലെ തന്നെ കോൾ സൈഡിലും ഞാനൊരു ട്രേഡ് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം കുറേ നേരമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട് 1 മിനിറ്റ് ചാർട്ടിൽ. സോ ബ്രേക്ക് ഡൗണോ ബ്രേക്ക് ഔട്ടോ കിട്ടിയാൽ ഏതെങ്കിലും ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആവും. നമുക്ക് നോക്കാം.
ഓക്കെ, നമ്മുടെ കോൾ സൈഡിലെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ട്രേഡിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയത് 11,520 ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ PNL എന്ന് പറയുമ്പോൾ 30,907 ആണ്. സോ 34,000 ലോസിൽ നിന്നാണ് നമ്മൾ 30,000 പ്രോഫിറ്റിലേക്ക് വന്നത്. എന്തായാലും ഒരു 4-5 ട്രേഡ് ഇന്ന് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഓവർ ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു പുട്ട് സൈഡിലൊരു ട്രേഡ് പ്ലേസ് ചെയ്തിരുന്നു, ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു. അത് ഞാൻ ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ നമുക്ക് നിർത്താം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.